സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ആളുകൾ പല രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രകൃതിയെ സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ആത്യന്തികമായ താല്പര്യം മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് നബയിൽ ഈ പർവ്വതങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. പർവ്വതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട താല്പര്യം ഈ ഭൂമിക്ക് ഒരു ആണിക്കല്ല് എന്നുള്ള രൂപത്തിലാണ്. ഈ ആണിക്കല്ല് എന്നുള്ള സംവിധാനത്തെ ഏറ്റവും ഫലവത്തായ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കാരണം മനുഷ്യനെയും കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയിൽ അള്ളാഹു പർവ്വതങ്ങളെ സംവിധാനിച്ചത്. എന്നാൽ ഈ പർവ്വതത്തില് ഇന്ന് ഈ ഭാഗത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന തേയിലത്തോട്ടങ്ങൾ, ഈ തേയിലത്തോട്ടങ്ങളുടെ മനോഹരിത നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം തന്നെ മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യന് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വഴികൾ അള്ളാഹു സുബ്ഹാനഹു തആല പ്രകൃതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണ്? നമ്മുടെ പ്രപഞ്ചത്തെ സംബന്ധിച്ചാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ കൂടി സൃഷ്ടാവിനെ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ പ്രകൃതിയുടെ വൈവിധ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇവിടെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ, ആ ചെടികളിലൊക്കെ തന്നെ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എന്തൊന്നില്ലാത്ത ഒരു കുളിർമയിലേക്ക് അല്ലെങ്കിൽ ആനന്ദത്തിലേക്ക് എത്തിപ്പെടുകയാണ്. കാരണം ഇന്ന് മനുഷ്യനൊക്കെ വളരെ തിരക്കിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരക്കിനിടയിൽ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി, ആനന്ദിക്കാൻ വേണ്ടി, സമാധാനം കണ്ടെത്താൻ വേണ്ടി പ്രകൃതിയുടെ ഈ താഴ്വാരങ്ങളിൽ എത്തുമ്പോൾ മനസ്സിന് എന്തൊന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് അള്ളാഹുവെ കൂടുതൽ പ്രകീർത്തിക്കാൻ, അള്ളാഹുവെ കൂടുതൽ വാഴ്ത്താൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര മനോഹരമായ വചനമാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അള്ളാഹുവിനുള്ളതാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഈ പ്രദേശത്തിന്റെ അടുത്തുള്ള മേപ്പാടിയിൽ ചൂരൽമല എന്നുള്ള പ്രദേശത്ത്, അതുപോലെ തന്നെ മുണ്ടക്കയത്തൊക്കെ ഉരുൾപൊട്ടി ഒരുപാട് ആളുകൾ മരണം വരിച്ചു. അള്ളാഹു ഈ സംവിധാനിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ദൃഷ്ടാന്തത്തിൽ കൂടി നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ ആ ഒരു സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ചാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.